കേസിൽ എന്താ സംഭവിച്ചത്? ശരിക്കും പ്രോസിക്യൂഷന്റെ പരാജയമാണ്. വിധി മുഴുവൻ വായിക്കട്ടെ. ഞാൻ വിധി വായിച്ചിട്ടില്ല. അത് വായിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ പറയാം. മറ്റൊരു കാര്യങ്ങൾ കൊടുത്തായിരിക്കും. ഇന്ന് രാവിലെ അടൂർ പ്രകാശ് പറഞ്ഞത് ദിലീപിന് നീതി കിട്ടി അവനൊപ്പം എന്നുള്ളതാണ്. അക്കാര്യത്തിൽ അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമായിരിക്കും. നമ്മൾ ആദ്യം മുതൽ സ്വീകരിച്ചത് അതിജീവിതയ്ക്ക് നീതി കിട്ടണം എന്നുള്ളത് തന്നെയാണ്. ഇപ്പം 5-6 പേരെ പ്രതികളായി അവരെ ശിക്ഷിക്കാൻ പോവല്ലേ, പ്രതികളാക്കി അവരെ ശിക്ഷിക്കാൻ പോവല്ലേ. പിന്നെ അതിൻ്റെ മുഴുവൻ ജഡ്ജ്മെൻറ്റ് വായിക്കാതെ നമുക്ക് നിഗമനത്തിലെത്താൻ കഴിയില്ല. നിങ്ങൾക്കും എത്താൻ കഴിയില്ല, എനിക്കും എത്താൻ കഴിയില്ല. ഏതായാലും ഇത്തരം സംഭവങ്ങൾ കേരളത്തിൽ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടാകുന്നതിന് തടയാൻ കഴിയുന്ന ഒരു നടപടിയായി ഇത് മാറും എന്നാണ് എൻ്റെ വിശ്വാസം. ഒരു പ്രമുഖ നടി ആക്രമിക്കപ്പെടുന്ന ഒരു സംഭവത്തിൽ ഒരു ഗൂഢാലോചന നടന്നിട്ടില്ല എന്ന് പറയാനാകുമോ? കാരണം പൾസർ സുനിക്ക് ഡയറക്റ്റ് ഇവരുമായുള്ള പ്രശ്നങ്ങളില്ല. അല്ല, ഏതായാലും ജഡ്ജ്മെന്റ് വായിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ പറയാം. അതിജീവിതയ്ക്കൊപ്പമാണോ വേട്ടക്കാരനൊപ്പമാണോ കോൺഗ്രസ്? അതിന് ഞങ്ങളിത് വേട്ടക്കാരനൊപ്പം നിൽക്കേണ്ട കാര്യം ഞങ്ങൾ പൾസർ സുനിയായിട്ട് ഞങ്ങൾക്ക് എന്ത് കാര്യം? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾക്ക് നീതി കിട്ടുക. ഞങ്ങൾ എല്ലാ കാലത്തും സ്ത്രീ സ്വാതന്ത്ര്യത്തിനും സ്ത്രീകൾക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് തന്നെ നേതൃത്വം കൊടുത്തിട്ടുള്ളൂ. നാളെ അങ്ങനെ ഉണ്ടാവുള്ളൂ.